ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. അപ്പോൾ എല്ലാവരും ഞെട്ടാൻ റെഡി ആയിക്കോ. ഈ ഒരു ഫ്രോക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു കിടിലൻ ഇയറിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ ഇതൊരു പഴയ ഫ്രോക്കാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രോക്ക് കളയുന്നതിന് മുൻപായിട്ട് അതിന് വരുന്ന ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഷോ പീസ്, അതുപോലെ കുഞ്ഞു ഫ്ലവർ, ഇതൊക്കെ എപ്പോഴും എടുത്തു വെക്കണം. അപ്പം ഞാൻ എടുത്തു വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം അങ്ങനെ എടുത്തു വെക്കുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഭംഗിയുള്ള ഒരു ഇയറിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പീസിൻ്റെ ആ ഒരു 2 സ്ക്വയർ പീസ് വരുന്ന ആ ഒരു സംഭവം നമുക്ക് ഇതിനകത്ത് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സിസർ വെച്ചിട്ട് തന്നെയാണ് ഞാനത് റിമൂവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ 2 സ്ക്വയർ പീസും ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ക്വയർ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സിൽവർ കളറിൽ വരുന്ന ഒരു സ്ക്വയർ പീസാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞു 2 സ്റ്റഡ് വേണം. അതിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഇതുപോലത്തെ കുഞ്ഞു 2 സ്റ്റഡ്. ഇനി വേണ്ടത് ആ ഒരു സ്റ്റഡ് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഏറ്റവും മുകളിലായിട്ട് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു സ്റ്റഡ് നമുക്ക് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇയറിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എത്ര സിമ്പിളാണ്, എത്ര പെട്ടെന്നാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തതെന്ന് കണ്ടില്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ഇനിയും ഇതുപോലുള്ള കുഞ്ഞു ഫ്രോക്കിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലത്തെ അടിപൊളി ഇയറിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇയറിങ്സ് മാത്രമല്ല, മറ്റുള്ള പല ജ്വല്ലറി ആക്സസറീസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് മാച്ച് ആവുന്ന ഒരു ഇയറിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഇയറിംഗ് ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.